സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവരും ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. അവർ വിചാരിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി നിങ്ങളുടെ ശിക്ഷാ കാലാവധി തീർന്നു എന്നുള്ളത്. ഇല്ല, നിങ്ങളുടെ ശിക്ഷാ കാലാവധി തീർന്നിട്ടില്ല. അത് ശിക്ഷയുടെ ടീസർ ആയിരുന്നു. മെയിൻ ശിക്ഷ നിങ്ങൾക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഞാൻ ഈ പറയുന്ന ചിന്തകളോട് CPM എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനത തിരിച്ചറിയണം. ഇവിടുത്തെ CPM-കാര് പോലും തിരിച്ചറിയണം. നിങ്ങൾ അറിയണം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വന്ന് പ്രസംഗിച്ചത് കോൺഗ്രസിനെ പറ്റി പറഞ്ഞത് മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് എന്നാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു പ്രധാനമന്ത്രി പദത്തിലിരുന്ന് ഒരു രാജ്യത്തിന്റെ അധികാര പദവിയിലിരുന്ന് ഒരു പ്രധാനമന്ത്രി പറയേണ്ട വാക്കുകളാണോ പറയേണ്ട വർത്താനമാണോ എന്ന് ഈ നാട്ടിലെ ജനത വിലയിരുത്തട്ടെ. പക്ഷെ ഒരു കാര്യം അതിനോടുകൂടി നിങ്ങൾ ചേർത്ത് വായിക്കുക. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മുമ്പേ അതിന്റെ മുമ്പേ ആ വഴി നടന്നവരാരാ? പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിൽ വരുന്നതിന്റെ മുമ്പേ ആരാണ് ആ വഴിക്ക് നടന്നത്? ആരാണ് ആ പാതയിൽ മുന്നോട്ട് പോയത്? നിങ്ങൾ അറിയണം. ആ വർത്തമാനത്തിന്റെ ടോണിൽ സംസാരിച്ചത്, ആ ചുവയിൽ ഛായയിൽ സംസാരിച്ചത് ആരാ? രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിന് മുമ്പ്, സുരേന്ദ്രൻ പറയുന്നതിന് മുമ്പ്, ശോഭാ സുരേന്ദ്രൻ പറയുന്നതിന് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ മതം നോക്കുന്ന തരത്തിൽ പേര് നോക്കിയാൽ മതി എന്ന് ഭരണഘടന തൊട്ട് അധികാരം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു CPM മന്ത്രി പറയുന്നുണ്ടെങ്കിൽ തൃത്താലയും കരുതി വെച്ചിട്ടുണ്ട്. തൃത്താലയുടെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആ നയങ്ങളെ, നിലപാടുകളെ, അതിനെ തുറന്നു തീർക്കുന്ന വോട്ട്, ആ വോട്ട് രേഖപ്പെടുത്തുന്നവരുടെ പട്ടികയിൽ ഒരുപക്ഷെ തൃത്താലയിലെ സഖാക്കൾ പോലും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ചതിച്ചറിയാൻ പറഞ്ഞു വെക്കുന്നു ജയിച്ചവരുടെ പേര് നോക്കിയാൽ മതി എന്നുള്ളത്. പണ്ട് സമരം ചെയ്തവരുടെ വസ്ത്രം നോക്കിയാൽ മതി എന്നുപോലൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ പ്രയാസമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് തോൽപ്പിക്കാൻ എന്ത് വർഗീയതയും എന്ത് വിഭാഗീയതയും പറയാം എന്നാളുകൾ ധരിക്കുമ്പോൾ പുതിയ തലമുറ അതിനെതിരെ കൊടിയും പിടിച്ച് തെരുവിലിറങ്ങുന്ന യാത്രയാണ് ഈ യുവജന യാത്ര എന്ന കാര്യത്തിന് സംശയം വേണ്ട. വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്ര വ്യാപാര രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി MX ഗ്രൂപ്പിന്റെ 6ാമത് ഷോറൂം MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. ഉദ്ഘാടനം 2026 ഫെബ്രുവരി 5 വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. പാരമ്പര്യവും ആധുനികതയും ഇഴചേർന്ന വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം. നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ്, കുഞ്ഞു മനസ്സുകളുടെ ചിറകുകൾക്ക് വർണ്ണമേകാൻ കിഡ്സ് കളക്ഷൻ. കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നേടാം നിരവധി സമ്മാനങ്ങളും ക്യാഷ് ബാക്ക് ഓഫറുകളും. വളാഞ്ചേരിയെ പട്ടണിയിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും ഏവർക്കും സ്വാഗതം. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ MX വെഡിംഗ് സെന്റർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഓൾസോ അറ്റ് പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.